അപ്പോൾ നമ്മളെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ കാന്തല്ലൂരിലേക്ക് പോണ വഴിക്കുള്ള ഒരു സ്ഥലമാട്ടോ അത്. മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പോണ വഴിയിൽ ഈ ഒരു സ്ഥലമുണ്ട്. ഇവിടെ മറ്റേ പഴയ കാലത്തെ മുനിയറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു കാട്ടിൽ കൂടിയാണ് പോകേണ്ടത്. കാടെല്ലാം ഒരു ചെറിയ സ്ഥലത്ത് കൂടിയാണ്. നീലി രാത്രി വരുള്ളൂ ഷേനെ. എന്തിനു വ്ളോഗർ കുഞ്ഞാപ്പോ, വ്ളോഗർ കുഞ്ഞാപ്പു. അവിടെ ഒരു കുയിണ്ട് ഗൈസ്. മഞ്ഞുമൽ ബോയ്സിന്റെ പിന്നെ നമ്മൾ ഇതിന്റെ മുമ്പേ ഒരു പ്രാവശ്യം വന്നോണ്ട് തന്നെ എന്റെ ഇപ്പ പിന്നെ എല്ലാരും ടൂറിസ്റ്റ് ഗൈഡായി മാറിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാരും വിളിക്കുന്നത് നമ്മളെ നീലിനാണ്. നമ്മളെ ലോകം കണ്ടിട്ട് എല്ലാരും തന്നെ നീലിനെ വിളിക്കുന്നത്. ഇവിടെ വന്ന് ചാത്തനും മൂത്തോനൊക്കെ ഇവിടെ ഉണ്ടാവും. അത് വയ്യൊക്കെ ഇതിലൊക്കെ വയ്യൊക്കെ മമ്മൂട്ടി അല്ലടാ മൂത്തോന്, മമ്മൂട്ടി ഉണ്ടാവോന്ന്. അങ്ങനെ നമ്മൾ ആ കാട്ടിന്റെ ഉള്ളിൽ കൂടി വന്ന് നമ്മളെ ഡെസ്റ്റിനേഷനിൽ അറൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇങ്ങനത്തെ ഒരു മുനിയറൊക്കെ കാണാം നമുക്ക്. ഈ ഒരു മുനിയറാണ് അവിടുത്തെ ഏറ്റവും വലിയ മുനിയറ. കാരണം നല്ല സ്പേഷ്യസ് ഒക്കെ ആണ്. ഈ ഒരു മുനിയറ അല്ലാതെ ഇവിടെ കുറെ പൊട്ടിയ മുനിയറൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടുത്തെ വ്യൂ ആണ് ഗൈസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. ഇവിടെ ആണെങ്കിലും നല്ല ഒടുക്കത്തെ കാറ്റും ഉണ്ടായിരുന്നു. ആ ഒരു കാറ്റ് കൊണ്ടിട്ട് നമ്മൾ ഇവിടെ കുറെ നേരം ഇരുന്നു പോയി. പിന്നെ എന്റെ അനിയത്തിയൊക്കെ കാറ്റ് കൊണ്ടിട്ട് എന്തൊക്കെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ ഇവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ അവിടെയുള്ള ശർക്കര ഫാക്ടറിയിലേക്കാണ് പോയത്. ഇവിടെ ശർക്കര ഉണ്ടാക്കുന്നുണ്ട്. സെറ്റ് ആക്കാനൊന്നും ടൈം ആയില്ല. അപ്പൊ നമുക്ക് വേഗം ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് വരാം. പിന്നെ നമ്മള് ശർക്കര വാങ്ങാൻ വേണ്ടി പോയിനു. അപ്പോൾ ശർക്കര ടേസ്റ്റ് ഒക്കെ നോക്കാൻ തന്നെ. അതിന് പിന്നെ ശർക്കര ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങി. അപ്പം ബൈ.